നമസ്കാരം. KCV ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ലഹരിമരുന്ന് ആംബ്യൂളുകളുമായി ഡോക്ടർ അടക്കം 3 പേരെ എക്സൈസ് സംഘം പിടികൂടി. പള്ളുരുത്തി സ്വദേശിയായ ഡോക്ടർ സോണി അടക്കം 3 പേരെയാണ് ചേർത്തല എക്സൈസ് സംഘം പിടികൂടിയത്. കൊച്ചി 100 നമ്പർ കോപ്പറേറ്റീവ് സൊസൈറ്റി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. അപ്രതീക്ഷിതമായി സുനാമി മുന്നറിയിപ്പും സൈറനും മുഴങ്ങിയപ്പോൾ ഫോർട്ടുകൊച്ചി കടപ്പുറത്ത് കാറ്റുകൊള്ളാനെത്തിയവർ നടുങ്ങി. വാർത്തകൾ വിശദമായി. ലഹരിമരുന്ന് ആംബ്യൂളുകളുമായി ഡോക്ടർ അടക്കം 3 പേരെ എക്സൈസ് സംഘം പിടികൂടി. പള്ളുരുത്തി സ്വദേശിയായ ഡോക്ടർ സോണി അടക്കം 3 പേരെയാണ് ചേർത്തല എക്സൈസ് സംഘം പിടികൂടിയത്. പിടികൂടിയതിൽ ഒരാൾ എയ്ഡ്സ് രോഗി. അരൂർ പള്ളിക്ക് സമീപം ദേവ്സ് ക്ലിനിക് നടത്തിവരുന്ന പള്ളുരുത്തി സ്വദേശിയായ ഡോക്ടർ സോണി ഡാനിയൽ ഇപ്പോൾ അരൂർ ദീപാവില്ലയിലാണ് താമസിക്കുന്നത്. ഇയാളുടെ ക്ലിനിക്കിൽ നിന്നാണ് 53 ആംബ്യൂളുകൾ പിടിച്ചെടുത്തത്. മയക്കമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കുറച്ചു നാളുകളായി ഡോക്ടർ എക്സൈസ് വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കൊച്ചി രാമേശ്വരം കൈതക്കുഴി വീട്ടിൽ പ്രദീപ്, ആലപ്പുഴ കൊമ്മാടി തച്ചറ വീട്ടിൽ എറിക്സൺ ജോസഫ് എന്നിവരാണ് ഡോക്ടറോടൊപ്പം പിടിയിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഡോക്ടറുടെ ക്ലിനിക്കിൽ ആംബ്യൂളുകൾ സ്റ്റോക്ക് എത്തിയതായി അറിഞ്ഞ് എക്സൈസ് സംഘം റെയ്ഡ് നടത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ നിന്നും മയക്കമരുന്നായ ഡൈസാഫാമിന്റെ 500ഓളം ആംബ്യൂളുകൾ കണ്ടെത്തി. 10 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ മയക്കമരുന്ന് ഉപയോഗിക്കുന്ന നിരവധി പേർ എത്തിയിരുന്നതായി എക്സൈസ് അധികൃതർ പറഞ്ഞു. ഡോക്ടറെ ചോദ്യം ചെയ്തതിൽ നിന്നും അലക്സാണ് ആംബ്യൂളുകൾ എത്തിച്ചിരുന്നതെന്നും തെളിഞ്ഞു. തുടർന്ന് എക്സൈസ് സംഘം ഡോക്ടറെയും കൂട്ടി അലക്സിന്റെ വീട് റെയ്ഡ് ചെയ്തു. ഇയാളിൽ നിന്നും 230 ആംബ്യൂളുകൾ കണ്ടെടുത്തു. എന്നാൽ ഡോക്ടറെ ക്ലിനിക്കിലെത്തിയ പ്രദീപ് നൽകിയ മൊഴി എക്സൈസ് ഓഫീസർമാരെയും അത്ഭുതപ്പെടുത്തി. എയ്ഡ്സ് രോഗിയായ താൻ സ്വയം കുത്തിവയ്ക്കുന്ന സിറിഞ്ച് കൊണ്ട് മറ്റുള്ളവരെയും കുത്തിവെക്കുമായിരുന്നുവെന്നാണ് പ്രദീപ് നൽകിയ മൊഴി. പ്രദീപിന്റെ കയ്യിൽ നിന്നും 8 ആംബ്യൂളുകളും എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്തു. തോപ്പുംപടി BOT പാലത്തിലെ ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് KLCA KCYM ഭാരവാഹികൾ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. തോപ്പുംപടി BOT പാലത്തിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് KLCA KCYM നേതാക്കളാണ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയത്. നിവേദക സംഘത്തിൽ KLCA കൊച്ചി രൂപതാ ഡയറക്ടർ ഫാദർ ജോയി ചക്കാലക്കൽ, KLCA രൂപതാ പ്രസിഡന്റ് TA ഡാൽഫിൻ, KCYM ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലിൽ, രൂപതാ പ്രസിഡന്റ് ജോബി പനക്കൽ, സെക്രട്ടറി ലിനു തോമസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഗാമൺ ഇന്ത്യ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉടൻ യോഗം ചേരുമെന്നും ടോൾ പിരിവ് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പറഞ്ഞതായി KLCA KCYM ഭാരവാഹികൾ അറിയിച്ചു. കൊച്ചി 100 നമ്പർ കോപ്പറേറ്റീവ് സൊസൈറ്റി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മട്ടാഞ്ചേരി മേഖലയിലെ 6 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കൊച്ചി കോപ്പറേറ്റീവ് സൊസൈറ്റി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കൂപ്പടം ശാന്തിനഗർ കമ്മ്യൂണിറ്റി ഹാളിലാണ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർ TK ബാബു മത്സരം ഉദ്ഘാടനം ചെയ്തു. CPR ബാബു, ഫക്രുദ്ദീൻ, R പ്രകാശം, സനാതന പൈ എന്നിവർ സംസാരിച്ചു. ഇംഗ്ലീഷ് മരുന്നുകളുടെ വിലക്കയറ്റം നാൾക്കുനാൾ കുതിച്ചുയരുന്ന ഒരു സന്ദർഭത്തിൽ 100 നമ്പർ സൊസൈറ്റി ഇംഗ്ലീഷ് മരുന്നുകൾ വളരെ വിലക്കുറച്ച് വിൽപ്പന നടത്തുന്ന കാര്യം നമുക്കറിയാം. അതുപോലെ എല്ലാ ആളുകൾക്കും ഉപയോഗപ്രദമായ കുക്കിംഗ് ഗ്യാസിൻ്റെ വിതരണം അത് 100 നമ്പർ സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് മട്ടാഞ്ചേരി നിവാസികൾക്ക് വളരെയധികം സന്തോഷകരമായ, സൗകര്യപ്രദമായ, ഉപകാരപ്രദമായ ഒരു സംഗതിയാണ്. അങ്ങനെ ജനജീവിതമായി മട്ടാഞ്ചേരിയിലെ ജനങ്ങളുടെ ജീവിതമായി അഭേദ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് K ബാബു അധ്യക്ഷനായി. ചിത്രകാരന്മാരായ ദിനേശ് R ഷേണായി, സുനിൽ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ചിത്രരചനാ മത്സരം നടന്നത്. അപ്രതീക്ഷിതമായ സുനാമി മുന്നറിയിപ്പും സൈറനും മുഴങ്ങിയപ്പോൾ ഫോർട്ടുകൊച്ചി കടപ്പുറത്ത് കാറ്റുകൊള്ളാനെത്തിയവർ നടുങ്ങി. ഒരു നിമിഷം പകച്ചു നിന്നവർ പിന്നീട് ജീവനും കൊണ്ട് കരയിലേക്ക് ഓടി. കൊച്ചി ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മോക്ക് ഡ്രില്ലിലാണ് കടപ്പുറത്ത് ഈ ദൃശ്യങ്ങൾ അരങ്ങേറിയത്. അപ്രതീക്ഷിതമായി സുനാമി മുന്നറിയിപ്പുണ്ടായാൽ എങ്ങനെയാവും നാട്ടുകാരും അധികാരികളും വിവിധ വകുപ്പുകളും പ്രതികരിക്കുക എന്നതിന് ഉത്തരം തേടിയാണ് ഫോർട്ടുകൊച്ചി കടപ്പുറത്ത് മോക്ക് ഡ്രിൽ അരങ്ങേറിയത്. പെട്ടെന്ന് സൈറൺ മുഴങ്ങിയതോടെ മുന്നറിയിപ്പുമായി അധികൃതർ എത്തി. ഈ സമയം 100 കണക്കിന് ആളുകളാണ് കടപ്പുറത്തുണ്ടായിരുന്നത്. ആളുകൾ പരിഭ്രാന്തരായി കരയിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് കടപ്പുറത്തുണ്ടായിരുന്ന ഒരു ഗർഭിണി ബോധരഹിതയായി വീണത്. ഇതോടെ നാട്ടുകാർ ചേർന്ന് ഇവരെ കൊണ്ടുവന്നപ്പോഴേക്കും ആരോഗ്യവകുപ്പ് സ്ട്രക്ചറുമായി എത്തി ഇവരെ ആംബുലൻസിലേക്ക് മാറ്റി. വിദേശികൾ അടക്കമുള്ളവർ ഈ സമയം ബീച്ചിലുണ്ടായിരുന്നു. ആംബുലൻസ് എത്തിയതിനു പിന്നാലെ പോലീസും റവന്യൂ വകുപ്പ് അധികാരികളും ഫയർഫോഴ്സും എത്തി. വെള്ളത്തിൽ വീണ ഒരു യുവതിയെ ദ്രുതഗതിയിൽ ഫയർഫോഴ്സ് ആംബുലൻസിൽ എത്തിച്ചു. ടൂറിസം സബ് ഇൻസ്പെക്ടർ PG ലോറൻസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും കടപ്പുറത്തെത്തി. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. കടലിൽ മുങ്ങിത്താഴുന്ന ഒരാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് എന്നതാണ് കോസ്റ്റ് ഗാർഡ് പ്രദർശിപ്പിച്ചത്.
കൊച്ചിയിലെ പ്രമുഖ സാമൂഹ്യ സംഘടനയായ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വൈറ്റ്സ് എന്ന സ്ത്രീ സംഘടനയിലെ നൂറുകണക്കിന് സ്ത്രീകളാണ് മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തത്. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം, ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവയും പരിപാടിയിൽ പങ്കെടുത്തു. RDO ഇൻചാർജ് PV പൗളി, ഡെപ്യൂട്ടി കളക്ടർ ഇന്ദിരാദേവി എന്നിവരും സ്ഥലത്തെത്തി. കൊച്ചിൻ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ മരിയൻ അറക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ, പ്രൊജക്ട് കോർഡിനേറ്റർ ടിനു റോസ് ഫ്രാൻസിസ് എന്നിവരും മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. പനയപ്പള്ളി സർക്കാർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഫോർട്ടുകൊച്ചി ബീച്ചിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. വിദ്യാർത്ഥികളിൽ ശുചിത്വബോധം വളർത്തുന്നതിന്റെ ഭാഗമായാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഫോർട്ടുകൊച്ചി ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടി നഗരസഭാംഗം TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ കൊച്ചി നഗരത്തെ മുഴുവൻ ആളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ശുചിത്വമുള്ള കൊച്ചിയെ വളർത്തി, ഒരു ശുചിത്വമുള്ള സംസ്കാരം വളർത്തിയെടുക്കുന്നുള്ളൊരു ലക്ഷ്യമാണ്. കൂടാതെ വിദ്യാർത്ഥികളിലൂടെ ശുചിത്വ സംസ്കാരം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിക്കും നഗരസഭ തുടക്കം കുറിച്ചിട്ടുണ്ട്. അത്തരമൊരു പദ്ധതിയാണ് ഭൂമിക. ഭൂമിക എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വിദ്യാർത്ഥികളോട് ശേഖരിച്ചുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് വിമുക്ത നഗരമാക്കി കൊച്ചിയെ മാറ്റുക എന്നുള്ള ഒരു പദ്ധതി നഗരസഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ നഗരസഭ ഏതാണ്ട് 7 കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൻവോൺമെൻറ്റ് മാസ്റ്റർ ട്രെയിനീസ് എന്ന് പറഞ്ഞുള്ള 300 കോളേജ് സ്റ്റുഡൻസുകളെ കൊണ്ടുള്ള ഒരു ഫാക്കൽറ്റി ഉദ്ഘാടന ചടങ്ങിൽ കൗൺസിലർ TK ബാബു, സ്കൂൾ പ്രധാന അധ്യാപിക മേരി തോമസ് എന്നിവർ സംസാരിച്ചു. ബീച്ചിലെ പ്ലാസ്റ്റിക് മാലിന്യവും കുപ്പികളുമാണ് കുട്ടികൾ കണ്ടെത്തി വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചത്. 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കാറായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച ഒരു ആനുകൂല്യവും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചില്ല. സൗജന്യ റേഷനവും പഞ്ഞമാസ സമാശ്വാസ പദ്ധതിയും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം മൂലം കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കുമാണ് സർക്കാർ സൗജന്യ റേഷനും പഞ്ഞകാല സമാശ്വാസ പദ്ധതിയും നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ ഒരാനുകൂല്യവും ലഭിക്കാത്ത അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മുൻ വർഷങ്ങളിൽ സൗജന്യ റേഷൻ മാസത്തിൽ ഒരു തവണയെങ്കിലും ലഭിച്ചിരുന്നു. ഈ വർഷം ഇന്നുവരെ തീരദേശത്തെ ഒരു മത്സ്യത്തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ ലഭിച്ചിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളിക്ക് നൽകിയിരുന്ന സമാശ്വാസ പദ്ധതിയിലൂടെയുള്ള തുകയും വിതരണം ചെയ്തിട്ടില്ല. ക്ഷേമനിധിയിലൂടെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൊഴിലാളികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുകയും സർക്കാർ ഇതിന് അനുപാതമായി നൽകുന്ന തുകയും ചേർത്താണ് പഞ്ഞമാസക്കാലത്ത് സമാശ്വാസ തുക നൽകിയിരുന്നത്. എന്നാൽ ഇതുവരെ ഈ തുകയും വിതരണം ചെയ്തിട്ടില്ല. ജൂലൈ 30 ട്രോളിംഗ് കാലാവധി അവസാനിക്കും എന്നിരിക്കെ സർക്കാരിന്റെ വാഗ്ദാനം ജലരേഖയായി മാറിയതായാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിമരുന്ന് ആംബ്യൂളുകളുമായി ഡോക്ടർ അടക്കം 3 പേരെ എക്സൈസ് സംഘം പിടികൂടി. പള്ളുരുത്തി സ്വദേശിയായ ഡോക്ടർ സോണി അടക്കം 3 പേരെയാണ് ചേർത്തല എക്സൈസ് സംഘം പിടികൂടിയത്. കൊച്ചി 100 നമ്പർ കോപ്പറേറ്റീവ് സൊസൈറ്റി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. അപ്രതീക്ഷിതമായി സുനാമി മുന്നറിയിപ്പും സൈറനും മുഴങ്ങിയപ്പോൾ ഫോർട്ടുകൊച്ചി കടപ്പുറത്ത് കാറ്റുകൊള്ളാനെത്തിയവർ നടുങ്ങി. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.